ഹായ് ഹലോ, ദിസ് ഇസ് വഷാഖ്. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ സ്റ്റോറീസ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ മാനൂരി കുല്ലിക്കൽ വെള്ളച്ചാട്ടത്തിനടുത്താണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, എന്നാലും അത്യാവശ്യം ഫേമസ് ആയൊരു വെള്ളച്ചാട്ടം തന്നെയാണത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. Burn me out, love just breaks me down. Go inside like winter leaves that slowly leave the ground. Hey, you come back, I wanna give you a chance. Love me like you used to, so we can learn again. The skin is getting brown, baby, drink your night away. Maybe you will not regret me. Laying down under the sun, burning love cause we are young. No one tells us what's done wrong, cause it's just me and you. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിന് ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ ഇതിൻ്റെ മുകളിലൊരു 2 ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇതും ഇതിന് തൊട്ട് താഴെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളത്. ബാക്കി ഭാഗം നിങ്ങൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക. കാരണം എല്ലാം കൂടി കാണിച്ചാൽ ആ ഒരു ത്രില്ല് പോകും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ എന്താ പറയുക, അത് നിങ്ങൾ വന്നിട്ട് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മുകളിലേക്കും പോകാനുള്ളൊരു വഴി നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്കിപ്പോൾ മുകളിലേക്ക് കയറി പോകാനും ഒരു വഴി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളേതായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമുക്ക് ഏതായാലും ബാക്കി നമ്മുടെ ഈ ഭാഗവും ഇതിൻ്റെ താഴത്തുള്ള ബാക്കി കാഴ്ചകളും കൂടി കാണാം. നമ്മളിപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറി പോവുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പാറയുടെ മുകളിൽ തന്നെ വെളിഞ്ഞ് പിടിച്ച് മുകളിലേക്ക് കയറി പോകാമെന്നാണ്. പക്ഷേ നമ്മൾ കെയർഫുള്ളായിരിക്കണം. കാരണം ഇതിപ്പം വെള്ളം ഒന്ന് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആ ഒരു പെയ്ത മഴയ്ക്ക് വെള്ളം വന്നു തുടങ്ങിയാണ്. അപ്പോൾ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കയറി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല രീതിയിൽ വഴുക്കലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ നമുക്ക് മുകളിലേക്ക് കയറി പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലുള്ള ഈ ഒരു വെള്ളച്ചാട്ടം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ തിരക്കില്ലെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ട്സായിട്ടാണോ ഫാമിലി ആയിട്ടാണെങ്കിലും നമ്മുടെ കാഞ്ഞങ്ങാട് വഴിയായിട്ടും പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം സഞ്ചരിച്ചോ ഒരു അരമണിക്കൂറത്തെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ, ഈ ഒരു 2 ഭാഗത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനിയും കുറേ നല്ല കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ വരാത്തവർക്ക് അതൊരു സസ്പെൻസ് ആയിരിക്കും.
അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ഇനിയും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഒരുപാട് നല്ല കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു കാസർഗോഡുകാരനാണ്, അപ്പോൾ ഞാൻ നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ച് നേരം കൂടി ഇവിടെ ഒന്ന് നിന്നതിന് ശേഷം നമുക്ക് വല്ല തിരിച്ച് പോവാം. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ മുകളിലുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിനി തിരിച്ച് നമ്മൾ ആദ്യം വന്ന വഴി കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് ഇറങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു വഴിയൊക്കെ നമുക്കിനി പോകുമ്പോൾ കാണാം. ബൈക്കിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ താഴേക്ക് വെള്ളച്ചാട്ടത്തിന് അടുത്ത് വരെ നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റും. കാറിലാണെങ്കിൽ നിങ്ങൾ മുകളിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുക. കാരണം ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അടി തട്ടാനും ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, താഴേക്ക് ഇറങ്ങി വന്നാൽ വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ മുകളിൽ തന്നെ വണ്ടി മാക്സിമം പാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ വഴി നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ മാക്സിമം പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമുക്കിവിടെ റോഡിൻ്റെ സൈഡിലായിട്ടും ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും.